ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് കുറച്ച് ദിവസം മുമ്പ് എടുത്തു വെച്ച വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ബാലൻസ്ഡ് ഡയറ്റിൻ്റെ ഒരു കണ്ടിന്യൂഷനായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച വീഡിയോ ആണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് ട്രാവലിങ്ങും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ടാണ് കേട്ടോ ഇത് പെൻഡിങ് ആയത്. അപ്പോൾ ഞാൻ വിചാരിച്ചു വാട്ട് ഐ കുക്ക് ഇൻ എ ഡേ പോലെ ഒരു വീഡിയോ ചെയ്യാമെന്ന്. അപ്പോൾ തലേദിവസം രാത്രി തുടങ്ങിയാണ് കേട്ടോ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇക്ക ജിമ്മിൽ പോയേക്കുവാണ്. അപ്പോൾ മക്കളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവർക്ക് രാവിലെ സ്കൂളിലേക്ക് എന്തെങ്കിലും കൊടുത്തയക്കണം. ഞങ്ങൾക്ക് ഉച്ചക്കലത്തെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇക്കാക്ക് ജിമ്മിൽ നിന്ന് വരുമ്പോഴും എന്തെങ്കിലും കൊടുക്കണം. അപ്പോൾ ചിക്കനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഫിഷ് കുറച്ച് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മസാല തേച്ചത് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും ഈ നൂഡിൽസും മതിയോ എന്ന് ചോദിച്ചപ്പോൾ ആൾ കുഴപ്പമില്ല, ഓക്കെ ഇന്നൊരു ദിവസം അഡ്ജസ്റ്റ് ചെയ്യാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ നൂഡിൽസ് കുറച്ച് കൂടുതൽ ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓയിലൊഴിച്ച് ഗാർലിക്കും ഒനിയനും വെജീസും ഒക്കെ കൂടി ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ ചിക്കൻ്റെ കുറച്ച് ബ്രസ്റ്റ് പീസും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും ഞാനൊന്ന് നീളത്തിലൊക്കെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ക്യാരറ്റും ക്യാബേജും എല്ലാം ജൂലിയൻ കട്ടായിട്ടാണ് കേട്ടോ ചെയ്തത്. എല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത് പിന്നെ സോസിൻ്റെ മിക്സ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. സോസുകളായിട്ട് സോയാ സോസും പിന്നെ നമ്മുടെ റെഡ് ചില്ലി സോസും ആണ് കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് വിനീഗറും ചില്ലി ഫ്ലേക്സും ഹണിയും ഒക്കെ കൂടി മിക്സ് ചെയ്തിട്ട് അങ്ങനെ ആഡ് ചെയ്യുക ചെയ്തത്. പിന്നെ ഞാൻ വേവിച്ചപ്പോൾ പാസ്ത കുറച്ച് കുറവായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ സ്പഗറ്റി ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്ത് വേവിച്ച് സെറ്റാക്കി എടുത്തിട്ട് കുറച്ച് തണുത്ത വെള്ളത്തിൽ ഒന്ന് കഴുകി എടുത്തിട്ട് അത് ഇതിലേക്ക് മിക്സ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇക്കാക്ക് കുറച്ച് ലൂസായിട്ടാണ്, നല്ല ക്രീമി ആയിട്ടാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പാസ്ത വേവിച്ചിട്ടുള്ള വെള്ളം കളയെടുത്തിട്ട് അത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതൊന്ന് കുറുകി വരും. അപ്പോൾ അതും കൂടി ഒഴിച്ചിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്ത് ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇക്കാക്ക് ഡിന്നറിന് ഈ ഒരു വെജിറ്റബിൾ പാസ്തയും പിന്നെ ഫിഷ് ഫ്രൈ ചെയ്തതും കൂടിയാണ് കേട്ടോ കൊടുക്കുന്നത്. പാസ്തയും സ്പഗറ്റിയൊക്കെ വാങ്ങിക്കുമ്പോൾ വീറ്റാണോ എന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് വലിയ ടെൻഷൻ ഇല്ലല്ലോ കുട്ടികൾക്ക് കൊടുക്കാനൊക്കെ ആണെങ്കിലും. ഇൻഗ്രീഡിയൻസ് ഒന്ന് നോക്കിയിട്ട് നമ്മളതനുസരിച്ച് സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ ഫിഷ് കൂടുതലും കുറച്ച് പാസ്തയായിട്ട് അങ്ങനെ ഇക്കാക്ക് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഇക്കാടെ ഡിന്നറ്. പാസ്ത ആണെങ്കിലും നൂഡിൽസ് ആണെങ്കിലും ഇവിടെ ഭയങ്കര ഡിമാൻഡാണ് കേട്ടോ. ചെറിയ ആൾക്ക് വരെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കിയാലൊന്നും ഇവിടെ ആർക്കും തികയില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും കുറച്ച് കൂടുതലേ ഉണ്ടാക്കാറുള്ളൂ, അല്ലെങ്കിൽ തികയാതെ വരും. ഞാൻ എത്ര ഹൈഡ് ചെയ്ത് വെച്ചാലും ചെറിയ ആളത് കണ്ടുപിടിക്കും കേട്ടോ. അപ്പോൾ തുടങ്ങി പ്ലേറ്റായിട്ട് എൻ്റെ പുറകെടുക്കും പാത്ത എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവന് കുറച്ച് കൊടുക്കും, മറ്റവരെ ഞാൻ നിർബന്ധിച്ച് ഫുഡ് ഉച്ചക്കലത്തെ തന്നെ കൊടുക്കും. എനിക്കും ചോറ് കഴിച്ചിട്ടില്ലെങ്കിൽ ഒരു സമാധാനക്കേടാണ് കേട്ടോ. ഇക്കാടെ കൂടെ ഇരുന്നാൽ കഴിക്കണമെങ്കിൽ എന്തിനാ ചോറ് കഴിക്കണേ, അത് ഒഴിവാക്കുക, സ്കിപ്പ് ചെയ്യുന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ ഞാൻ കുറച്ച് ദിവസമൊക്കെ ഒന്ന് ശ്രദ്ധിക്കും. അതല്ലെങ്കിൽ ഞാൻ പിന്നെയും ഡയറ്റിൽ നിന്നൊക്കെ മാറും കേട്ടോ. രാത്രിയും ചോറൊക്കെ തന്നെയാണ്. പക്ഷെ പണ്ടത്തെ അത്രയും ക്വാണ്ടിറ്റി ഒന്നും ഞാൻ കഴിക്കാറില്ല കേട്ടോ. ഫുഡിൻ്റെ ക്വാണ്ടിറ്റി ഞാൻ എന്തായാലും കുറച്ചിട്ടുണ്ട്. ഇത് അങ്ങനെ രാവിലെ ലഞ്ച് ബോക്സ് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഹാറൂന് ആപ്പിളും കുക്കുംബറൊക്കെയാണ് കട്ട് ചെയ്ത് വെക്കുന്നത്. പിന്നെ ഞാൻ ഓവനിൽ ഒരു 2 മിനിറ്റ് ഒന്ന് പാസ്ത ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതും ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഹംദാൻ ഒരു കുഴപ്പമില്ലാതെ ആപ്പിളൊക്കെ കഴിച്ചുകൊണ്ടിരുന്ന കേട്ടോ സ്കൂളിൽ നിന്ന്. ഇപ്പോൾ തീരെ വേണ്ടാന്ന് പറഞ്ഞ് ഭയങ്കര ബഹളമാണ്. അപ്പോൾ അവനൊരു കപ്പ് കേക്കാണ് സ്നാക്സായിട്ട് കൊടുക്കണേ കേട്ടോ. അങ്ങനെ പിള്ളേരെ ലഞ്ച് ബോക്സും കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്. പിള്ളേർക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്തു. ഹാറൂന് ആണ് കേട്ടോ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. അവന് 1 മന്ത് എടുക്കും കേട്ടോ എക്സാം കംപ്ലീറ്റ് കഴിയാൻ വേണ്ടിയിട്ട്. അത്രയ്ക്ക് ഗ്യാപ്പ് ഉണ്ട്. ഹംദാന് ഗ്യാപ്പ് കുറവാണ് കേട്ടോ. അവന് ഇന്നലെ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അങ്ങനെ പിള്ളേരുടെ ലഞ്ച് ബോക്സും കാര്യങ്ങളൊക്കെ സെറ്റായി അവരെ പറഞ്ഞു വിട്ടിട്ടുണ്ട് കേട്ടോ. അതിന് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് രാവിലത്തേക്ക് ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ, ഓട്സും മുട്ടയൊക്കെ വെച്ചിട്ട്. അപ്പോൾ അതിനാദ്യം ഒരു കംപ്ലീറ്റ് ആയിട്ട് ഒരു മുട്ട എടുക്കുന്നുണ്ട്. പിന്നെ 2 മുട്ടയുടെ വൈറ്റാണ് കേട്ടോ എടുക്കുന്നത്, യെല്ലോ യൂസ് ചെയ്യണ്ട. അതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള വെജീസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ളത് ആഡ് ചെയ്യാം. ഞാൻ ക്യാപ്സിക്കം, ടൊമാറ്റോ, അതേപോലെ കോണ് അതൊക്കെയാണ് ആഡ് ചെയ്ത് കൊടുത്തത്. പിന്നെ ഉപ്പ്, പെപ്പർ, ചില്ലി ഫ്ലേക്സ് ഒക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഓട്സ് നമുക്ക് ആവശ്യത്തിന് ആഡ് ചെയ്തെടുക്കാം. ക്യാപ്സിക്കം ആണെങ്കിലും ടൊമാറ്റോ ആണെങ്കിലും നമ്മൾ അതിൻ്റെ സീഡ്സും കാര്യങ്ങളൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം കേട്ടോ. പിന്നെ നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്തിട്ട് വേണം ആഡ് ചെയ്യാനായിട്ട്. പിന്നെ ഇതിൻ്റെ കൂടെ കുറച്ച് സോട്ടഡ് വെജീസും കൂടി ബട്ടറിൽ ഒന്ന് ഫ്രോസൺ ആയിട്ടുള്ള വെജിറ്റബിൾസ് ഉണ്ടല്ലോ അതൊന്ന് സോട്ട് ചെയ്തെടുക്കുക. അത് ഉപ്പും പെപ്പറൊക്കെ ആഡ് ചെയ്തിട്ട് അതും കൂടി സെറ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ബട്ടറിലാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഓട്സ് ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇത് ഇഷ്ടമാവും കേട്ടോ. ഇഷ്ടത്തിനേക്കാളും കൂടുതൽ മോർണിംഗിൽ ബെസ്റ്റ് ഓപ്ഷനാണ്. വയറ് നന്നായിട്ട് ഫില്ലാവും. ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്.
എപ്പോഴും ഓട്സ് നമ്മളിങ്ങനെ പാലിൽ മിക്സ് ചെയ്തിട്ട് കുറുക്കിയെടുത്ത് അങ്ങനെയൊക്കെയാണല്ലോ യൂസ് ചെയ്യുക. അപ്പോൾ അതിന് പകരം ഇതിൽ ആഡ് ചെയ്ത് കഴിച്ചിട്ടുണ്ടെങ്കിലും നല്ലതാണ് കേട്ടോ. ഒരു വെറൈറ്റി ഓംലേറ്റ് ആയിട്ടൊക്കെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇക്കാക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തയക്കണം. അപ്പോൾ നമ്മുടെ ബീഫ് സ്റ്റീക്ക് ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു ഇതിൽ കട്ട് ചെയ്തിട്ട് ഞാനങ്ങനെ ഒരു 1 kg വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഫ്രഷ് നെറ്റിൽ നിന്ന്. അപ്പോൾ അത് രാവിലെ തന്നെ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾക്ക് പോകുമ്പോൾ ഫുഡ് കൊടുത്തയക്കുകയും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അത് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാൻ വേണം കേട്ടോ. അതേപോലെ ബസ്മതി റൈസും ആക്കണം, കൊടുത്തയക്കാനുള്ള സോർട്ടഡ് വെജീസും കൂടി ഒന്ന് റെഡിയാക്കണം. അപ്പോൾ മൊത്തത്തിൽ ബിസിയാണ് കേട്ടോ. ഇന്നിപ്പോൾ സൂംബേ കാര്യങ്ങളോ ഒന്നുമില്ല. അതും കൂടി ഉണ്ടെങ്കിൽ ഞാൻ ഭയങ്കര ടയേർഡായിരിക്കും കേട്ടോ. പോയി വന്നിട്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്തയക്കുമ്പോൾ ഒക്കെ രാവിലെ പോവുകയാണെങ്കിൽ കുഴപ്പമില്ല. വളരെ റെയറാണ് കേട്ടോ. ഒരു 12 മണിയാവും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സൂംബക്ക് പോയി വരുന്ന ദിവസങ്ങൾ നല്ല ടയേർഡായിരിക്കും. വന്ന ഉടനെ എനിക്ക് ഇരിക്കാനോ കിടക്കാനോ ഉറങ്ങാനോ ഒന്നിനും പറ്റാറില്ല കേട്ടോ. നേരെ ഞാൻ കിച്ചണിലേക്ക് കയറും. അത് ചെറിയൊരു ഫുഡാണെങ്കിലും നമ്മളത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ അതിന് ടൈം എടുക്കുമല്ലോ. മാത്രമല്ല ഹാസിമിനെ പ്ലേ സ്കൂളിൽ കൊണ്ടുവന്നാക്കണം. അപ്പോൾ അവൻ്റെ ലഞ്ച് ബോക്സ് റെഡിയാക്കണം. അപ്പോൾ അത്രയും നേരം നല്ല ടൈറ്റ് ഷെഡ്യൂളായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ബട്ടറൊക്കെ ചൂടാക്കി ഇതങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം കേട്ടോ. പെട്ടെന്ന് തന്നെ സെറ്റാവും കേട്ടോ. അപ്പോൾ ഒരു വശം ആയിക്കഴിഞ്ഞ് കഴിയുമ്പോൾ തിരിച്ചിട്ടിട്ട് ഒന്ന് റെഡിയാക്കി എടുത്താൽ മതി. അപ്പോൾ നമ്മളുടെ ഓട്സിൻ്റെ ഓംലേറ്റ് റെഡിയായി. അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇക്ക കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നതാണ്. അപ്പം തന്നെ ഉടനെ ആളും മടി കയറി ഇരുന്നിട്ട് രണ്ടുപേരും കൂടി അങ്ങനെ കഴിക്കുന്നുണ്ട് കേട്ടോ. ഹാസിമിൻ്റെ വെജിറ്റബിൾസോ കാര്യങ്ങളോ ഒന്നും വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷെ കോണ് നല്ല ഇഷ്ടമാണ് കേട്ടോ. കോണും ക്യാരറ്റും പൊട്ടറ്റോയും ആണ് ആൾ കഴിക്കുന്ന വെജീസ്. അപ്പോൾ അതൊക്കെ സെപ്പറേറ്റ് അതിൽ നിന്ന് പറക്കിയെടുത്ത് തന്നെ കഴിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ബീഫ് സെറ്റാക്കി എടുക്കുകയാണ് കേട്ടോ. അത് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ കുക്കറിലൊന്ന് പ്ലെയിനായിട്ട് ഒന്നും ഇടാതെ നന്നായിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ വേവിക്കാതെ ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഒട്ടും വെന്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ഇത് നന്നായിട്ട് വേവിച്ചതിന് ശേഷം മാത്രം ഉപ്പും പെപ്പറും കോൺഫ്ലവറും ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അതല്ലെങ്കിൽ നമ്മളുടെ പാകത്തിന് വെന്ത് വരില്ല. അപ്പോൾ ഞാൻ വേവിക്കാതെ തന്നെ ഫ്രഷായിട്ട് ഉപ്പും പെപ്പറും കുറച്ച് കോൺഫ്ലവറൊക്കെ മിക്സ് ചെയ്തിട്ട് ബട്ടറും ഓയിലും മിക്സ് ചെയ്ത് അതിലേക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് സ്റ്റീക്കാണോ എന്ന് വിചാരിച്ചാൽ സ്റ്റീക്കല്ല. നമ്മൾ ഗാർലിക്കൊക്കെ ഇട്ട് സോയാ സോസൊക്കെ ഒഴിച്ചിട്ട് ബ്ലാക്ക് കളറായിട്ട് എടുക്കൂലേ ബീഫ്. അപ്പോൾ ആ ഒരു സംഭവം ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ തന്നെ എൻ്റെ ഒരു ഐഡിയയിൽ ഉണ്ടാക്കി എടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഫ്രൈ ചെയ്യാൻ നേരത്ത് കോൺഫ്ലവറും കൂടി ജസ്റ്റ് ആഡ് ചെയ്ത് ഉപ്പും പെപ്പറും ഞാൻ നേരത്തെ തന്നെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബട്ടറൊക്കെ ചൂടാക്കി അതിലേക്ക് അത്യാവശ്യം നല്ല ഗാർലിക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. ഒരു ബൾബ് ഗാർലിക്ക് നന്നായിട്ട് ചോപ്പ് ചെയ്ത് അതൊന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ബട്ടറിൽ ഗാർലിക്ക് സോട്ട് ചെയ്തെടുക്കുമ്പോൾ പ്രത്യേക ഒരു സ്മെല്ലാണ് കേട്ടോ. അത് നന്നായിട്ട് സെറ്റായി വരുമ്പോൾ ഒരു സ്മെല്ല് വരും. അത് ആ കറിക്ക് നന്നായിട്ട് അത് എഫക്റ്റ് ചെയ്യും കേട്ടോ. നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഗാർലിക്ക്. എന്നിട്ട് അതിലേക്ക് നമ്മളുടെ ബീഫ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ബീഫ് വേവാനായിട്ട് ഇനിയും ഒരുപാട് സമയം എടുക്കുമെന്ന്. ഒരുപാട് നേരം ഫ്രൈ ചെയ്ത് നോക്കിയിട്ടാണ് പിന്നെ ഒരു രക്ഷയില്ലാന്ന് കണ്ടപ്പോൾ ഞാനത് അങ്ങനെ തന്നെ കുക്കറിലേക്ക് ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് നന്നായിട്ട് വേവിച്ചെടുത്ത് അത് തിരിച്ച് പിന്നെയും ആ പാനിലേക്ക് തന്നെ ഇട്ട് കൊടുത്ത് അതിലേക്ക് കുറച്ച് സോയാ സോസും ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്താൽ മതിയിട്ട്. നമുക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ പെപ്പർ കുറച്ചും കൂടി ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ ഗാർണിഷ് ചെയ്യണമെങ്കിൽ സിസേം സീഡ്സ് മുകളിൽ ഇട്ടിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ബീഫ് റെഡി ആയിട്ടുണ്ട്. അത് നേരെ ലഞ്ച് ബോക്സിലേക്ക് ആക്കുകയാണ് കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് പ്ലെയിൻ ബസ്മതി റൈസാണ് കേട്ടോ വേവിച്ചെടുത്തേക്കുന്നത്. എന്നിട്ട് അതിലേക്ക് ചൂടനെ തന്നെ കുറച്ച് ബട്ടറും കൂടി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് വരും കേട്ടോ. റൈസ് നല്ല ഗ്ലേസിങ് ആയിട്ട് നിൽക്കും. പിന്നെ ആ ഒരു ബീഫ് ഉണ്ടാക്കിയ പാത്രത്തിൽ തന്നെ വെജീസും ഒന്ന് സോട്ട് ചെയ്തെടുത്തു. ഒന്ന് വെജിറ്റബിൾ സ്റ്റീമറിൽ വെച്ചിട്ടൊന്ന് ഒരു 5 മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ബട്ടറിൽ വഴറ്റിയെടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിരിക്കും. ഡയറക്റ്റ് ബട്ടറിലേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ കുറച്ച് വേവാത്ത പോലെയാണ് കേട്ടോ. എപ്പോഴും നല്ല ഹാർഡായിട്ട് നിൽക്കും. അപ്പോൾ കുറച്ച് സോഫ്റ്റ് ആവണമെങ്കിൽ ഒരു 5 മിനിറ്റ് സ്റ്റീമിൽ വെച്ചിട്ട് നമ്മളൊന്ന് വഴറ്റിയെടുത്താൽ മതി. ഇതങ്ങനെ നമ്മുടെ ചോറും സെറ്റായിട്ടുണ്ട്. അതും ഒന്ന് ബോക്സിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇക്കാനും പറഞ്ഞു വിടുകയാണ് കേട്ടോ. അപ്പോൾ തലേ ദിവസത്തെ ഫുഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇന്നലെ രാത്രി വരെ അഡ്ജസ്റ്റ് ചെയ്തത് കേട്ടോ. അപ്പോൾ എനിക്കൊരു ദിവസം കറി വെച്ചിട്ടുണ്ടെങ്കിൽ അത് പിറ്റേ ദിവസം ഉണ്ടാവും കേട്ടോ. കാരണം മിക്ക വേറെ ഫുഡാണല്ലോ കഴിക്കുന്നത്. അപ്പോൾ എനിക്കും പിള്ളേർക്കും മാത്രം മതിയല്ലോ നോർമലായിട്ടുള്ള ലഞ്ച്. അപ്പോൾ കുറച്ച് ഫിഷും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായി. അപ്പോൾ അതും കുറച്ച് മാങ്ങ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ മാമ്പഴ പുളിശ്ശേരിയൊക്കെ വെക്കാമെന്ന് വിചാരിച്ചിട്ട്
അതും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ ഉച്ചയ്ക്ക് കിച്ചണിലേക്ക് വരുന്നത് തന്നെ. പിള്ളേരെല്ലാവരും ഇക്കായും പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ വീടിൻ്റെ അവസ്ഥ വളരെ മോശമായിരിക്കും കേട്ടോ. കാരണം ആരും ഇവിടെ എടുത്ത സാധനങ്ങൾ കറക്റ്റ് എടുത്തു കൊടുത്തൊന്നും വെക്കാറില്ല. എത്ര പറഞ്ഞാലും ഇത്രയായിട്ടും പിള്ളേരും അതൊന്ന് സെറ്റായി വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വീട് എപ്പോഴും മെസ്സായിട്ടിരിക്കും. ഞാൻ എപ്പോഴും പുറകെ നടന്ന് ഓരോന്ന് ചെയ്താലേ അത് റെഡിയായി വരുള്ളൂ. അത് ഇക്ക തന്നെ ഇപ്പോഴും അത് ഓർഡർ ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പിള്ളേരും സെറ്റാവാനായിട്ട് സമയമെടുക്കും എന്നാണ് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളും അധികം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും ഒക്കെ കഴിഞ്ഞ് അലക്കാനൊക്കെ ഇട്ട് ശേഷം ഞാൻ വീണ്ടും കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ കറിയും കാര്യങ്ങളൊക്കെ വെച്ചതിന് ശേഷം പിന്നെ കുളിയും നിസ്കാരവും ഒക്കെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് മാങ്ങയൊക്കെ ഒന്ന് നന്നാക്കി എടുക്കുന്നുണ്ട്. ഇപ്പോൾ മാങ്ങയുടെ സീസൺ ആയതുകൊണ്ട് തന്നെ നാട്ടിലെ പോലെ തന്നെ ഇവിടെയും ഇഷ്ടംപോലെ മാങ്ങകൾ അവൈലബിൾ ആണ് കേട്ടോ. ലുലുവിലാണെങ്കിലും ഗ്രാൻഡിലാണെങ്കിലൊക്കെ ഇഷ്ടം പോലെ ടൈപ്പ് മാംഗോ കിട്ടാനുണ്ട്. അത് മാത്രമല്ല ഇപ്പോൾ നാട്ടിൽ നിന്ന് ഗസ്റ്റൊക്കെ വന്നല്ലോ. അപ്പോൾ അവർ വന്നപ്പോഴും കുറേ മാങ്ങ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇക്കാടെ ഫ്രണ്ട് ബോംബെയിലാണ്. അപ്പോൾ അവർ വന്നപ്പോഴും അൽഫോൺസ മാംഗോ ഒരു വലിയ ബോക്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ചക്കയാണെങ്കിലും മാങ്ങയാണെങ്കിലും പിള്ളേരാണെങ്കിലും നന്നായിട്ട് കഴിക്കും. 2, 3, 4 ഒക്കെ കട്ട് ചെയ്ത് വെച്ചാലും തീർന്നത് അറിയില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ മാങ്ങയ്ക്ക് ഇവിടെ നല്ല ചിലവാണ്. നമ്മുടെ കോവിലകം സ്റ്റൈൽ മാമ്പഴപ്പുളിശ്ശേരി വെച്ചേ പിന്നെ വേറൊരു ഓപ്ഷനേ ഞാൻ ചിന്തിക്കാറില്ല കേട്ടോ. ഇപ്പോൾ അത് തന്നെയാണ് ചെയ്യാറ്. അപ്പോൾ അതിന് തേങ്ങയുടെ കൂടിയാണ് നമ്മൾ മഞ്ഞൾപ്പൊടി മുളക് പൊടിയും എന്തായാലും അരയ്ക്കാറ്. പക്ഷെ ഞാൻ ഈ തവണ ശർക്കരയും മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പൊക്കെ ഇട്ടിട്ടാണ് മാങ്ങ വേവിച്ചെടുത്തത് കേട്ടോ. എന്നിട്ട് അത് വേവണ സമയം കൊണ്ട് തന്നെ ഫിഷ് കറിയും ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. ചെറിയുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലേക്ക് ഒന്ന് ഒതുക്കി ഉലുവയൊക്കെ പൊട്ടിച്ചിട്ട് നമ്മുടെ ചട്ടിയിലേക്ക് അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. നന്നായിട്ട് വഴറ്റിയെടുക്കുക. ശേഷം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ഞാൻ കുറച്ച് വിനീഗർ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ലൊരു പുളിപ്പും നല്ലൊരു ടേസ്റ്റുമാണ്. അങ്ങനെ അത് വഴറ്റിയ മസാലയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് തിളപ്പിച്ച വെള്ളം ഒഴിക്കുക. ഉപ്പും പുളിയൊക്കെ ഇട്ടിട്ട് അത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മുടെ ഫിഷ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഫിഷ് ഏതാണെന്ന് സത്യം പറഞ്ഞാൽ ഞാൻ മറന്നുപോയി. വെള്ള ആവോലിയാണ് എന്നാണ് എൻ്റെ ഒരു നിഗമനം കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്തിട്ട് കറി വെക്കാനുള്ള പീസുകൾ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ബാക്കിയുള്ള പീസുകൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മസാലയൊക്കെ തേച്ച് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കറിയൊക്കെ അതേ നന്നായിട്ട് തിളച്ച് കുറുക്കി വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് തേങ്ങാപ്പാലൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല. നമ്മൾ തേങ്ങ അരച്ചൊരു കറിയും കൂടി എക്സ്ട്രാ ഉള്ളതുകൊണ്ട് തന്നെ മുളക് ചാറാക്കാമെന്ന് വിചാരിച്ചിട്ട് മീൻകറി അങ്ങനെ സൈഡിലേക്ക് മാറ്റി. അപ്പോൾ അതങ്ങനെ അവിടെ സെറ്റായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ മാമ്പഴ പുളിശ്ശേരിയിലേക്കുള്ള തേങ്ങയും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റായി. അതും ഒഴിച്ച് അതും ഒന്ന് വേവിച്ച് താളിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ ഒരു പണി കഴിഞ്ഞിട്ടാണ് ഞാൻ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ ക്ലീനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിസ്സായിട്ട് കിടക്കുന്ന സംഭവങ്ങളൊക്കെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് ഒന്ന് ഓർഡർ ആക്കി കഴിഞ്ഞാൽ തന്നെ വീടൊന്ന് സെറ്റായിട്ട് വരും കേട്ടോ. അപ്പോൾ ഇതായിരുന്നു മുമ്പുള്ള കോലം. അതൊക്കെ എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് അവിടെയൊക്കെ ടേബിളൊക്കെ ഒന്ന് തുടച്ച് എല്ലാം എടുത്തൊടുത്തൊക്കെ വെച്ചിട്ട് ഞാൻ പിന്നെ ഒന്ന് വാക്കം ചെയ്തെടുക്കും കേട്ടോ. ഈ ഒരു കാർപ്പറ്റ് വിരിച്ചേക്കുന്ന റൂം മാത്രം ഞാനൊന്ന് വാക്കം ചെയ്തെടുക്കും. അങ്ങനെ ആ പണിയൊക്കെ കഴിഞ്ഞ് കുളിയും നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കിച്ചണിലേക്ക് വന്നതാണ് കേട്ടോ. അപ്പോഴാണ് നമ്മുടെ കൊത്തമര ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് തോരൻ വെക്കാമെന്ന് വിചാരിച്ചിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇക്കായാണ് കേട്ടോ ഈ ഒരു മാങ്ങ വാങ്ങിയിട്ട് വന്നത്. കറി വെക്കാനായിട്ട് അടിപൊളിയായിരിക്കും എന്നും പറഞ്ഞു. പക്ഷേ നല്ല പുളിയുള്ള മാങ്ങയായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു 6 എണ്ണത്തോളം കറി വെക്കാൻ വേണ്ടിയിട്ട് എടുത്ത്. എന്നാലും കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. ഇത് നമുക്ക് ഒറ്റയ്ക്ക് കഴിക്കാൻ പറ്റില്ല കേട്ടോ, അത്രയ്ക്ക് പുളിയാണ്. അപ്പോൾ ഞാൻ ശർക്കരയൊക്കെ ഒഴിച്ച് വെച്ചത് കൊണ്ട് തന്നെ നമുക്ക് പുളിയൊക്കെ ബാലൻസ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ, കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതേ കൊത്തമരയും നന്നായിട്ടൊന്ന് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്ത് അതിന് അത്യാവശ്യം നല്ല വേവുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുക്കറിലിട്ടത് ഒറ്റ വിസിലടുപ്പിച്ച് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ തേങ്ങയും ചെറിയുള്ളിയും ചതമുളകൊക്കെ കൂടി ഞാനൊന്ന് ഒതുക്കിയെടുത്തിട്ട് കറിവേപ്പിലയും. അപ്പോൾ നമ്മളെപ്പോഴും തോരനുണ്ടാക്കുമ്പോൾ ആദ്യം നമ്മുടെ വെജിറ്റബിൾ ആണല്ലോ ഇടാറ്. അപ്പോൾ അതിന് പകരം നമ്മളുടെ തേങ്ങയുടെ മിക്സ് വെളിച്ചെണ്ണയിലിട്ട് നന്നായിട്ട് വറുത്തെടുത്ത് അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മളുടെ വേവിച്ച് വെച്ചിട്ടുള്ള കൊത്തമരയും കൂടി ഇട്ട് മിക്സ് ചെയ്ത് ഉപ്പും മഞ്ഞളൊക്കെ ഇട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടിപൊളി തോരൻ റെഡി ആയിട്ടുണ്ട്. എനിക്ക് എത്ര കറി ഉണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല കേട്ടോ. എന്തെങ്കിലും ഒരു വെജിറ്റബിൾ സൈഡായിട്ടില്ലെങ്കിൽ ഈ പറഞ്ഞോണം ഭയങ്കര വിഷമമാണ്.
അപ്പോഴത്തേനും എന്തേ 3 മണിയായിട്ടുണ്ട് കേട്ടോ. പ്ലേ സ്കൂളിൽ പോയ ആൾക്കാരും പിന്നെ ഹാറൂനും ഒക്കെ അതേ തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും കൂടി കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിൽ അങ്ങനെ വിളമ്പാണ് കേട്ടോ. മീനും അതിൻ്റെ ഇടയിൽ ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. കൊത്തമ്പര എടുക്കുന്നുണ്ടെങ്കിലും പിള്ളേർ കഴിക്കൊന്നുമില്ല. ഇവർക്ക് കൊടുക്കുന്ന കൂട്ടത്തിൽ ഞാനും ഒന്ന് ടേസ്റ്റ് ചെയ്യുകയും കഴിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. ഞങ്ങൾക്ക് 3 പേർക്കും കൂടി ഒരു പ്ലേറ്റിലാണ് എടുക്കുന്നത്. ഹംദാൻ വരുമ്പോഴത്തേനും 3:45 ആ ഒരു സമയമൊക്കെ ആവുമല്ലോ. അപ്പോൾ ഇന്നത്തെ ലഞ്ച് എന്തായാലും കുശാലാണ്. ഫിഷ് കറി എടുത്തിട്ടുണ്ട്, മാമ്പഴപ്പുളിശ്ശേരി ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ലഞ്ചും കാര്യങ്ങളും ഇതൊക്കെയായിരുന്നു കേട്ടോ. അപ്പോൾ വാട്ട് ഐ കുക്കിംഗ് എന്ന വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ റെസിപ്പീസൊക്കെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക. അപ്പോൾ മറ്റൊരു അടിപൊളി വ്ളോഗുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ ബൈ, താങ്ക് യു, അസ്സലാമു അലൈക്കും.